ഇന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുക കേട്ടോ. അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നിട്ടുണ്ട്. ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എർത്ത് ലോഞ്ച് കൊച്ചിയിലുള്ള യൂസ് ചെയ്യാമായിരുന്നു. അങ്ങനത്തെ ലോഞ്ചിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. ലോഞ്ചിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഇത് കിഡ്സിന് കളിക്കാനുള്ള സെപ്പറേറ്റ് പ്ലേസസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് ഐറ്റംസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടായിരുന്നു. ബിരിയാണി, പിന്നെ സാൻഡ്വിച്ച് മോഡൽ വേണ്ടവർക്ക് അതുണ്ട്, ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, അങ്ങനെ പിന്നെ കോഫി എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടുമായിരുന്നു. ഞാൻ കുറച്ച് ബിരിയാണിയും ചിക്കനും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാം ഒന്ന് കണ്ട് നമ്മൾ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് ഇച്ചിരി കഴിച്ചുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫ്ലൈറ്റ് ടൈം ആയപ്പം ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ വാട്ടറും പിന്നെ ഒരു ഫ്രഷ് ടവൽ തന്നിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആകാനായിട്ട്. ഇതാണ് നമ്മുടെ സൗദി കോഫി കേട്ടോ. നമ്മുടെ സൗദി കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ നമുക്ക് മെനു കാർഡ് തരും. അങ്ങനെ അതിനകത്ത് നോക്കി നമ്മൾ മന്തിയും പിന്നെ പെപ്സിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഹെഡ്സെറ്റാണ് കേട്ടോ. അതിനുശേഷം ഫ്ലൈറ്റിനുള്ള സമയമായിട്ടുണ്ട് ഫ്ലൈറ്റ് എടുക്കാനായിട്ട്. ഇത് ബാസിനെട്ട്, ഇത് കുഞ്ഞു പിള്ളേർക്ക് കിടക്കാനായിട്ട്. എൻ്റെ അപ്പുറത്തൊരു ചേച്ചിക്ക് കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞിന് കിടക്കാനായിരുന്നു. അങ്ങനത്തെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റിയാദിലെത്തിയപ്പം നമുക്ക് അൽഫുർസാൻ ലോഞ്ച് ഉണ്ടായിരുന്നു, യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ അവിടെ കയറി നമ്മളൊരു ക്യാpuccino കോഫി സെലക്ട് ചെയ്ത് കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ കോഫിയൊക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ കുറേ നോക്കി ഫുഡ് ഐറ്റംസൊക്കെ കാണാമെന്ന് വെച്ചു, എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാനായിട്ട്. അങ്ങനെയെല്ലാം നോക്കി കണ്ട് പിന്നെ കോഫികൾ വേണമെങ്കിൽ കോഫീസ്, പിന്നെ ജ്യൂസസ്, ഡേറ്റ്സ്, പിന്നെ പെപ്സി, മിറിൻഡ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ സാലഡ് വേണ്ടവർക്ക് അത് കഴിക്കാവുന്നതാണ്, പിന്നെ മധുരമുള്ളത് ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാവുന്നതാണ്. അങ്ങനെ പല ഐറ്റംസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഒരു കോഫിയും കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റിനുള്ള ടൈമായിരുന്നു. ഫ്ലൈറ്റിൽ കയറി പിന്നെ നമുക്ക് ഫ്രഷ് ടവൽ തന്നിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആകാൻ. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും നട്ട്സും ഒക്കെ കുടിച്ച് നല്ലൊരു ഒരു മണിക്കൂർ അടുത്ത് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇത് നമ്മുടെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു വ്യൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ സ്ഥലത്തെത്തി. നമ്മളുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ ഹോസ്റ്റലിലോട്ട് പോവുക കേട്ടോ. അപ്പം ഇതാണ് മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ ബ്ലെസ്ഡ്.